കുളി എന്നത് ശാരീരികമായും മാനസികമായും ഉന്മേഷം നൽകുന്നതും ആരോഗ്യപരമായ ഗുണഗണങ്ങൾ നൽകുന്നതുമായ ഒരു പ്രക്രിയയാണ്. കുളിക്കുമ്പോഴുള്ള പ്രത്യേകമായ രീതിശാസ്ത്രങ്ങളെപ്പറ്റിയും ഇസ്ലാം പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ അസമയങ്ങളിലുള്ള കുളി നല്ലതല്ല. അത്തരത്തിലുള്ള ഒരു സമയം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. നട്ടുച്ചയ്ക്ക് കുളിക്കാതിരിക്കൽ സുന്നത്താണ്. തുഹ്ഫ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഇത് കാണാവുന്നതാണ്. അപ്പോൾ നട്ടുച്ചയ്ക്ക് കുളിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന് അതമത്തിൻ്റെ സമയമാണ്, അഥവാ അത്താഴ സമയം. സുലുസുൽ ലൈലിൽ അവ്വൽ അഥവാ രാത്രിയുടെ 12 മണിക്കൂറിനെ 3 വിഭജിച്ചാൽ 4 മണിക്കൂർ വെച്ച് വിഭജിക്കാനാകും. അതിൽ ആദ്യത്തെ 4 മണിക്കൂർ ആ സമയത്ത് കുളിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. കുളിക്കൽ നല്ലതല്ല. അഥവാ 6 മണിക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത് എന്ന് സങ്കല്പിച്ചാൽ തുടർന്നുള്ള 4 മണിക്കൂറുകൾ രാത്രി 10 മണി വരെ കുളിക്കാതിരിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, മഗ്‌രിബിന് സൂര്യാസ്തമനത്തിന് അല്പം മുമ്പ് കുളിപ്പുരയിൽ കയറുന്നത് പോലും കറാഹത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. മഗ്‌രിബ് എന്ന് പറയുമ്പോൾ സൂര്യൻ പൂർണ്ണമായും അസ്തമിക്കുന്ന സമയമാണ്. ആ സമയത്തിന് അല്പം മുമ്പ് ഹമ്മാം കുളിപ്പുരയിൽ കയറാൻ തന്നെ പാടില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. അതുപോലെ തന്നെ മഗ്‌രിബ് ഇശാഇനിടയിലുള്ള സമയവും കുളിപ്പുരയിലേക്ക് കയറാൽ കറാഹത്താണ് എന്ന് കാണാം. ശൈത്വാന്മാർ പരന്നോടുന്ന സമയമാണിത്. അതിനാൽ ശൈത്വാന്മാരുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ശൈത്താന്മാർ ആസ്ഥാനങ്ങളായി കണക്കാക്കുന്ന സങ്കേതങ്ങളാണ് കുളിപ്പുരയും ടോയ്ലറ്റുമൊക്കെ. അതിനാൽ ഈ സമയങ്ങളിലൊന്നും കുളിപ്പുരയിലേക്ക് കയറാൻ തന്നെ പാടില്ല, നല്ലതല്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു.